മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനം നമുക്ക് കേൾക്കുവാനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമുക്ക് എതിരെ പിശാച് അവന്റെ തന്ത്രങ്ങളുമായി കടന്നു വരുന്നു. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ആ സ്ഥാനത്തൊന്നും നമ്മെ തെള്ളി താഴെയിടുവാനാണ് പിശാച് എപ്പോഴും പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു യുദ്ധമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പോരാട്ടം ഉണ്ടാകുന്നത്. പക്ഷെ ഇതിന് നടുവിൽ നമ്മൾ പ്രയാസപ്പെട്ടു പോകണ്ട. നമുക്ക് സാത്താനെയും അവന്റെ തന്ത്രങ്ങളെ നേരിടുവാനുള്ള ആയുധവർഗം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ആത്മീയമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ സംസാരിപ്പാനിടയായത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാന്മ സേനയോടും അത്രേ എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. ഇന്ന് നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് തന്നെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എങ്കിലും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ എന്നാണ്. ഇത് പിശാച് മനഃപൂർവ്വമായി നമ്മളിൽ ചെലുത്തുന്നതായ ഒരു സ്വാധീനത്തിന്റെ ഫലമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ ഏദൻ തോട്ടത്തിൽ പാമ്പിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ പാമ്പിലൂടെയാണ് പിശാച് ഹവ്വയോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാകാം ഇന്ന് ഈ പാപം ജീവിയോട് മനുഷ്യർക്കെല്ലാം തന്നെ വളരെ വൈരാഗ്യമാണ്. പാമ്പിനെ കാണുന്നിടത്ത് നമ്മൾ അവയെ തല്ലിക്കൊല്ലുവാൻ ഓടി വരുന്നു, അവയെ നമ്മൾ കല്ലെറിയുന്നു. കാരണം ഈ ഒരു വൈരാഗ്യം ആദ്യം മനുഷ്യൻ മുതലേ ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്കറിയാം ഇതൊരു വളരെ സാധുവായ ജീവിയാണ്. നമ്മൾ അവയെ ഉപദ്രവിച്ചെങ്കിൽ മാത്രമേ അവ നമ്മെ കടിക്കുകയുള്ളൂ. അത് ഒരു സ്വരക്ഷയ്ക്ക് വേണ്ടി മാത്രം നമ്മളെ ഉപദ്രവിക്കുമെന്നല്ലാതെ മറ്റൊരു ഉപദ്രവവും ഈ പാമ്പിനെ കൊണ്ടില്ല എന്ന് പറയുന്ന പോലാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു. നമുക്കെതിരെ ഏഷണി പിശാച് ഒരു വ്യക്തിയിലൂടെ പറയുമ്പോൾ, നമ്മെ ഒരാള് വ്യക്തിപരമായി ആക്രമിക്കുമ്പോൾ അവരാണ് നമ്മളുടെ എതിരാളികൾ, നമ്മുടെ അയൽവക്കങ്ങളാണ് നമ്മുടെ എതിരാളികൾ എന്നൊക്കെ നമ്മൾ മിഥ്യ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് വിശുദ്ധ വേദോസ്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, മറിച്ച് ഓരോ വ്യക്തിയിലും അവരിലൂടെ പ്രവർത്തിക്കുന്നതായ പിശാചുണ്ട്. അതിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ നമുക്കൊരു അനുഗ്രഹമായി മാറും. വിശുദ്ധ വേദോസ്തത്തിൽ സഹസ്രാബ്ദ വാഴ്ചകാലത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ അണലിയുടെ പൊത്തിൽ കൈയിടുമെന്നും സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് മെയ്യും എന്നൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ആ കാലത്ത് ഈ 1000 ആണ്ട് വാഴ്ചയിൽ പിശാചിനെ കർത്താവ് 1000 ആണ്ടേക്ക് ചങ്ങലയിടും. അതുകൊണ്ടാണ് ഇന്ന് ശത്രുക്കളായിരിക്കുന്ന ജീവികൾ അന്ന് സൗഹൃദത്തോടുകൂടെ ജീവിക്കാനിടയായിത്തീരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തേണ്ടത് പിശാചിനെയാണ്. കേവലം കുറ്റപ്പെടുത്തുക മാത്രമല്ല, ദൈവവചനം നമുക്ക് തരുന്ന അധികാരത്തിൽ അവനെതിരെ നമുക്ക് യുദ്ധം ചെയ്യുവാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാത്താനെ തോൽപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിലും അടുത്ത ദിവസം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരു വേദഭാഗം വായിച്ച് ഞാൻ അതിന് ചെറിയൊരു വിശദീകരണം തരുവാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. നോക്കണേ, ഈ വാക്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. പൗലോസ് പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ. അതിനർത്ഥം ഞങ്ങൾ ജഡത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ജഡീകമായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾക്ക് ജഡീകങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അവരൊരു പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിനെ അറിയാത്തവരായിരിക്കാം, ഞങ്ങളെപ്പോലെ ദൈവത്തെ ആരാധിക്കാത്തവരായിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് അപ്പോൾ ഉള്ളതായ ഒരു കാര്യം അപ്പോസ്തലൻ പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നു: ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. അതിനർത്ഥം ജഡത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും പോരാട്ടമുണ്ട്, യുദ്ധമുണ്ട്. ആ യുദ്ധം എന്ന് പറയുന്നത് ജഡീകമായ യുദ്ധമല്ല. 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. കാരണം ഞങ്ങളുടെ പോര് അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് ജഡീക യുദ്ധങ്ങളല്ല.
അതായത് ശാരീരികമായിട്ടുള്ള യുദ്ധം, ജഡീകമായ യുദ്ധം ഞങ്ങൾക്ക് ഉണ്ട് എന്ന് വരികിലും ആ ജഡീക യുദ്ധങ്ങളെ ഞങ്ങൾ ഒരിക്കലും ജഡീകങ്ങളായി കാണുന്നില്ല. കാരണം ഞങ്ങൾ ജഡീകമായി സഞ്ചരിക്കുന്നു എങ്കിലും ഞങ്ങളുടെ പോരാട്ടം എപ്പോഴും ആത്മീയമായ പോരാട്ടമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വചന ധ്യാനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. പിശാച് എപ്പോഴും നമ്മെ ലക്ഷ്യം വെക്കുന്നു. എന്തിനാണ്? ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നതായ ആ സ്ഥാനത്തു നിന്നും നമ്മെ തെള്ളി മാറ്റുവാൻ. തലയായ കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണരായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മളുടെ ദൈവവചന പ്രകാരമുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. ആ പൊസിഷനിൽ നിന്നും, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്നും നമ്മെ മാറ്റി നിർത്തി നമ്മൾ പിശാചിനൊരു വെല്ലുവിളിയാകാതെ വണ്ണം നമ്മെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പിശാചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ആത്മീയമായ പോരാട്ടമുള്ളത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതായ ഒരു ബൈബിൾ സംഭവമുണ്ട്. ഇസ്രായേൽ ജനം അവരുടെ മരുഭൂമി യാത്ര, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടുള്ള അവരുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം യെരിഹോവിന്റെ ആ പട്ടണത്തിലൂടെ അവരെ കാണിച്ചു. പക്ഷെ അവർക്ക് ആ പട്ടണത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. അവർക്ക് പൊളിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ അവർക്ക് അതിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അവർ ഈ യെരിഹോവിലൂടെ കടന്നു പോകണം. യെരിഹോ പട്ടണത്തിലൂടെ അവർ യാത്ര ചെയ്യണം. പക്ഷേ ആ യാത്രയെ തടയുവാൻ പിശാച് ശ്രമിച്ചതായ കാര്യം വളരെ വ്യക്തമായി നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ ഇസ്രായേൽ ജനനിമിത്തം ഈ പട്ടണത്തിന്റെ മതില്, ഈ പട്ടണത്തിന്റെ കോട്ട അന്നത്തെ രാജാവ് ബലപ്പെടുത്തി. ഏതാണ്ട് 7 രഥങ്ങൾ ഒരേപോലെ തന്നെ കടന്നു പോകാൻ കഴിവുള്ളതായ അത്ര വീതി ആ കോട്ടയുടെ ആ മതിലിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കോട്ടയ്ക്കുണ്ടായിരുന്നു. അത്രത്തോളം സ്ട്രോങ് ആക്കി ഈ കോട്ടയെ മാറ്റി. ഞാൻ വിചാരിക്കുന്നത് ഒരു പ്രത്യേക ദിവസം ഈ കോട്ട ബലപ്പെടുത്തതല്ല, മറിച്ച് ഒരു സൂചന കിട്ടിയ നാൾ മുതൽ, മനസ്സിൽ ഒരു പ്രേരണ കിട്ടിയ നാൾ മുതൽ യെരിഹോവിലെ രാജാവ് ചെയ്തതായ ഒരു കാര്യമാണ്. അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നെങ്കിലും നമുക്കെതിരെയുള്ള പിശാചിന്റെ സ്കീംസ് എന്ന് പറയുന്നത്, പദ്ധതികൾ എന്ന് പറയുന്നത്, തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഈ കാലത്തിലല്ല, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മെ കണ്ടുകൊണ്ട് പിശാച് ആരംഭിച്ചതായ പിശാചിന്റെ പ്രവൃത്തികളുണ്ട്. പക്ഷേ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം അവയെല്ലാം തകർക്കുന്നവനായ ദൈവമാണ്. അതേപോലെയുള്ള ഒരു സ്റ്റെപ്പാണ് ദൈവം ഇവിടെ ഇസ്രായേൽ ജനത്തോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത്. അത് യോശുവയുടെ ദൈവം പറയുന്നു, നാളെ ഞാൻ ജനത്തിനിടയിൽ ഒരു അത്ഭുതം ചെയ്യേണ്ടതിന് വേണ്ടി നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോടുകൂടെ നടക്കുന്ന ദിവസങ്ങളാണിത്. കാരണം നിങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്നതായ ഈ കോട്ടയെ ഞാൻ തന്നെ തകർക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യുദ്ധം യഹോവയ്ക്കുള്ളത്. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമാനതകളില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ വിഷമം ആരോടും പറയുവാൻ കഴിവില്ലാതെ നിങ്ങൾ വല്ലാത്തൊരു പരിസ്ഥിതിയിലായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ വചനം ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളത്. അതെ, യുദ്ധം യഹോവയ്ക്കുള്ളതായതുകൊണ്ട് ദൈവം പറയുന്നു, പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. മറിച്ച് ദൈവം എന്താ പറയുന്നത് നോക്കണേ. ഞാൻ വാസ്തവത്തിൽ അവിടെ കാണുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നടപടിയാണ് ഈ കോട്ട ഭേദിക്കുക എന്ന് പറയുന്നത്. ഒരു യുദ്ധം, ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം, ചാരന്മാരെ അയച്ച് ഈ കോട്ടകളെ തുറക്കുവാൻ കഴിയുന്നതായ ഒരു യുദ്ധം. പക്ഷെ അതല്ല ദൈവം ഈ ജനത്തോട് പറയുന്നത്. ദൈവം ഈ ജനത്തോട് പറയുന്നത്, നിങ്ങൾ ഓരോ ദിവസവും ഓരോ പ്രാവശ്യം വീതം ഈ കോട്ട ചുറ്റണം. എന്നിട്ട് 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റി 7ാമത്തെ പ്രാവശ്യം നിങ്ങൾ കാഹളം ഊതണം. ഇതാണ് ദൈവം ജനത്തോട് പറയുന്നത്. അതിനർത്ഥം ഒരു സ്പിരിച്വൽ വാർഫെയർ ആണ്. നോക്കണേ, ഒരു ഭൗതിക കാര്യത്തെ കൈകാര്യം ചെയ്യുവാൻ ദൈവം ഒരു ആത്മീയ കാര്യം ചെയ്യാൻ അവരോട് പറയുക. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആത്മീയമായ കാര്യങ്ങൾ. കാനായിലെ കല്യാണത്തിന് യേശുവിന്റെ അമ്മയായ മറിയം അവിടെയുള്ള ശുശ്രൂഷക്കാരോട് പറഞ്ഞത് ഒരു ആത്മീയ കാര്യം ചെയ്യാനാണ്. ആത്മീയ കാര്യം അവർക്ക് ഒരുപക്ഷെ ആത്മീയ കാര്യമായിട്ട് തോന്നുന്നില്ലായിരിക്കാം. പക്ഷെ മറിയയ്ക്ക് അറിയാം അതൊരു ആത്മീയ കാര്യമാണ്. കാരണം വീഞ്ഞില്ല എന്നുള്ളത് അവൾ യേശുവിനോട് പറഞ്ഞു. യേശു മറിയോട് പറഞ്ഞ കാര്യമുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു ആത്മീകമായ സത്യം അവിടെ ഉണ്ട്. അതിനർത്ഥം
ആത്മീയമായ നടപടിയിലൂടെ ദൈവം ആ ഭവനത്തിന്റെ സ്ഥിതിയെ വ്യത്യാസപ്പെടുത്താൻ പോവുകയാണ്. അതേപോലെ തന്നെയാണ് ആത്മീയമായ ഒരു നടപടിയിലൂടെ ഈ കോട്ടയെ ദൈവം കീഴടക്കാൻ പോവുക തന്റെ ജനത്തിന് വേണ്ടി. അതേ ഒരു ചിന്ത നമുക്ക് ഇന്നിവിടെ ചിന്തിക്കാൻ കഴിയും. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡേയങ്ങളല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കോട്ടകൾ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധി ശക്തിയുള്ള ആയുധങ്ങൾ അത്രേ ദൈവം നമുക്ക് തരുന്നത്. അത് ദൈവത്തിന്റെ സർവായുധ വർഗമാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, ഭൗതികമായ വിഷയങ്ങളാണെങ്കിൽ പോലും ഒരുപക്ഷെ ആത്മീയമായ ഒരു പോരാട്ടം, ഒരു ആത്മീയമായ യുദ്ധം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവം നമ്മെ ജയാളികളാക്കുന്നത്. അതെ, ഈ യെരിഹോമിലെ കോട്ടയിൽ അതിനു മുമ്പിൽ ഇസ്രായേൽ ജനം ചെന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ പിശാച് നമുക്കെതിരെ പദ്ധതി തയ്യാറാക്കുന്ന അനേക തന്ത്രങ്ങൾ, അനേക പോരാട്ടങ്ങളുടെ മുമ്പിൽ ജയം പ്രാപിപ്പാൻ ആത്മീയമായിട്ടുള്ള ആ നടപടികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനായി നമുക്ക് വേണ്ടത് ആത്മീയമായ സമർപ്പണമാണ്. അതിനായി നമുക്ക് വേണ്ടത് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ആത്മീയമായ പോരാട്ടങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഒരു കാരണവും കൂടാതെ, ഞങ്ങൾക്ക് തന്നെ ഒരു കാരണം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ വണ്ണം അനേക പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവയെല്ലാം ആത്മീയമായി നേരിടുവാനുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ്, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിപ്പാനും പ്രവർത്തിക്കുവാനും ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും ആത്മീയമായി യുദ്ധം ചെയ്യുവാനും തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.